വെളിപാട് പുസ്തകം 3-ാം അധ്യായം 12-21 വാക്യങ്ങളിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നുകൊടുത്ത് വിജയം വരിച്ച് ദൈവത്തിൻ്റെ ആലയത്തിലെ സ്തംഭമായി ഈശോയോടൊപ്പം പിതാവിനരികിലിരിക്കുന്ന വിശുദ്ധർ, അവർ നേടിയ യോഗ്യതകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ പക്കൽ നമുക്കായി മധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യാന്മാരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നാം ഏറ്റുപറയുന്നത്. ഇന്ന് ഇവിടെ നമുക്ക് പരിചയമുള്ള വിശുദ്ധരായി നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കഴിയുന്നത്ര ശ്രദ്ധയോടെ നിശബ്ദരായി പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിശുദ്ധരെ വരവേൽക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്നെ മനസ്സിലായോ? എൻ്റെ ഒറ്റ ഡയലോഗ് മതി എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ തോമസ്. ഞാൻ തൊട്ടറിഞ്ഞ അനുഭവിച്ച എൻ്റെ ഈശോയെ ഭാരത ജനതയ്ക്ക് നിങ്ങൾക്ക് നൽകിയത് ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടേ. ഞാൻ മത്തായി, ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. ഒരു ദിവസം ചുങ്കസ്ഥലത്തെ തിരക്കിനിടയിൽ എൻ്റെ മുന്നിലേക്ക് തീക്ഷ്ണതയുള്ള കണ്ണുകളുമായി ഒരു യുവാവ് കടന്നു വന്നു. എന്നെ അനുഗമിക്കുക എന്ന അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി. ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ രക്ഷകനെ കണ്ടുമുട്ടിയ നിമിഷമായിരുന്നു അത്. എൻ്റെ ദൈവാനുഭവങ്ങൾ സുവിശേഷമാക്കി ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ മർക്കോസ്. ആദ്യമായി സുവിശേഷം എഴുതിയത് ഞാനാണ്. ഞാൻ ഈശോയുടെ ശിഷ്യനായ ബർന്നബാസിൻ്റെ പ്രതി സഹോദരനായ പുത്രനാണ്. പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ കൂടെ സുവിശേഷവേല ചെയ്യുവാൻ എനിക്ക് ദൈവം അവസരം നൽകി. അവരിൽ നിന്നെല്ലാം കേട്ടറിഞ്ഞ എൻ്റെ ഈശോയെക്കുറിച്ചാണ് ഞാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. 4 സുവിശേഷകന്മാരിൽ ഒരാളായ ലൂക്കയാണ് ഞാൻ. നിങ്ങൾക്കറിയോ, ഞാനൊരു ഡോക്ടറായിരുന്നു. ഒരു കപ്പൽ യാത്രയ്ക്കിടയിൽ വെച്ചാണ് പൗലോസ് സ്ലീഹായെ ഞാൻ കണ്ടുമുട്ടിയത്. അന്നാണ് ക്രിസ്ത്യാനിയല്ലാത്ത ഞാൻ ഈശോയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയത്. പിന്നീടുള്ള എൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു. ഞാൻ സുവിശേഷം എഴുതിയതും വിജാതിയർക്ക് ഈശോയെ നൽകാൻ വേണ്ടിയായിരുന്നു. പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും ചിത്രം ആദ്യമായി വരച്ചതും ഞാനാണ് കേട്ടോ. നിങ്ങൾക്കെന്നെ അറിയാമോ? ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് എന്നെക്കുറിച്ച് എല്ലാവരും പറയുക. ഞാൻ യോഹന്നാൻ. ഞാൻ ശിഷ്യന്മാരിൽ ഏറ്റവും കുഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈശോയുടെ അരികിലിരിക്കുവാനും നെഞ്ചിൽ ചാരി കിടക്കുവാനും ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞതുകൊണ്ടാവാം കുരിശിൻ്റെ ചുവട്ടിലും ഭയം കൂടാതെ അവൻ്റെ കൂടെ ആയിരിക്കുവാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ സ്നാപക യോഹന്നാൻ, ഈശോയുടെ കസിനും കൂടിയാണ്. ഇസ്രായേൽ കാത്തിരുന്ന രക്ഷകന് എൻ്റെ ഈശോയ്ക്ക് വഴിയൊരുക്കുവാനും അവനെ ജനത്തിന് പരിചയപ്പെടുത്താനും ഈശോയെ സ്നാനപ്പെടുത്താനും സ്വർഗം നിയോഗിച്ചത് എന്നെയായിരുന്നു. ഞാൻ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്. വലിയ മുക്കുവൻ എന്നാണ് ഗലീലി കടൽത്തീരത്ത് ഞാൻ അറിയപ്പെട്ടിരുന്നത്. മീൻ പിടിക്കാൻ മാത്രം അറിയുന്ന എന്നെ വിളിച്ച് മനുഷ്യരെ പിടിക്കുന്ന ജോലി ഏൽപ്പിച്ചത് എൻ്റെ എല്ലാമായി ഈശോയാണ്. എനിക്ക് പത്രോസ് എന്ന പേര് നൽകിയതും എന്നെ സഭയുടെ തലവനാക്കിയതും സ്വർഗത്തിൻ്റെ ഈ താക്കോൽ എന്നെ ഏൽപ്പിച്ചതും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ എൻ്റെ കർത്താവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മറിയം മഗ്ദലന. മരണഭയത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചതും വിശുദ്ധിയുടെ വെള്ളവസ്ത്രം എന്നെ അണിയിച്ചതും എൻ്റെ നാഥനായ ഈശോയാണ്. അന്നു മുതൽ ഞാൻ അവൻ്റെ പാദാന്തികത്തിലായിരുന്നു. വിട്ടുപിരിയാതെ ഞാൻ അവനെ സ്നേഹിച്ചതുകൊണ്ടാവാം ഉത്ഥാനശേഷവും ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എനിക്കായിരുന്നു. ഞാൻ ആദ്യത്തെ ഡീക്കന്മാരിൽ ഒരുവനായിരുന്നു. ആദ്യം രക്തസാക്ഷിയായതും ഞാനാണ്. എൻ്റെ പേര് സ്തേഫാനോസ്. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ കൂട്ടം കൂടിയ മധ്യേ നിന്നുകൊണ്ട് ഭയം കൂടാതെ പ്രസംഗിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് ജീവിക്കുന്നതിനായ ഈശോ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. സ്വർഗം തുറക്കുന്നതും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഈശോ നിൽക്കുന്നതും കണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറച്ചു പേരെങ്കിലും എന്നെക്കുറിച്ച് കേട്ട് കാണും. ടാർസിയസ്. ഞാനൊരു അൾത്താര ബാലനായിരുന്നു.
മതപീഡന കാലത്ത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർക്ക് ആരും കാണാതെ വിശുദ്ധ കുർബാന കൊണ്ടേ കൊടുക്കാൻ എല്ലാവരും ഭയന്നപ്പോൾ ഞാൻ അതിന് റെഡിയാണെന്ന് പറഞ്ഞു. പലരും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഈശോയോടുള്ള എൻ്റെ ആഴമായ സ്നേഹവും പരിശുദ്ധ കുർബാനയോടുള്ള എൻ്റെ ആഗ്രഹവും അറിഞ്ഞ ബിഷപ്പ് സമ്മതിച്ചു. ഒരു കൊച്ചു തുടിസഞ്ചിയിൽ വിശുദ്ധ കുർബാന എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യാത്രയായി. പക്ഷേ ഒരു കൂട്ടം ആൺകുട്ടികൾ അത് കണ്ടുപിടിക്കുകയും എന്നെ ഒത്തിരിയേറെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ എൻ്റെ ഈശോയെ താഴെ വീഴാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. പെട്ടെന്നൊരു പട്ടാളക്കാരൻ കടന്നു വരികയും കുഞ്ഞുങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആഴമായി പരിക്കേറ്റ ഞാൻ ക്രിസ്ത്യാനിയായ പട്ടാളക്കാരൻ്റെ കയ്യിൽ വിശുദ്ധ കുർബാന ഏൽപ്പിച്ച ശേഷം എൻ്റെ ഈശോയുടെ അരികിലേക്ക്, സ്വർഗത്തിലേക്ക് ഞാൻ യാത്രയായി. ഞാൻ ആഗ്നസ്. റോമിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. സൗന്ദര്യം, സമ്പത്ത്, പദവി ഇവയേക്കാൾ ഏറെ ഞാൻ ഈശോയെ സ്നേഹിച്ചിരുന്നു. എൻ്റെ ഈശോയെ ഞാൻ തള്ളിപ്പറഞ്ഞില്ല. ഞാൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. സന്തോഷത്തോടെ ഞാൻ രക്തസാക്ഷിയായി മാറി. സ്വർഗം സ്വന്തമാക്കി. ഞാൻ ഫ്രാൻസിലെ ലൂർദിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. രോഗാവസ്ഥകൾ കാരണം എനിക്ക് സ്കൂളിലൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട ബർണദീത്ത. പരിശുദ്ധ അമ്മയോടും ഈശോയോടും എനിക്ക് ഒത്തിരി സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മ എന്നെ സന്ദർശിക്കാൻ വന്നത്. പിന്നീട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഞങ്ങൾ ലൂസി ഫ്രാൻസിസ് ജസീന്ത. ഞങ്ങൾ ഫാത്തിമയ്ക്കരികിലുള്ള കൊച്ചു ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു കളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകളെ പരിശുദ്ധ അമ്മ ശ്രദ്ധിച്ചത്. ഒരു ദിവസം ഞങ്ങളുടെ മുന്നിലേക്ക് സ്വർഗത്തിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നു. ആദ്യം ഭയന്നെങ്കിലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ ഉണ്ടായത്. പാപികൾക്കായി ജപമാല അർപ്പിക്കുവാനും ത്യാഗങ്ങൾ ചെയ്യാനും അമ്മ ഞങ്ങളിലൂടെ ലോകത്തോട് ആവശ്യപ്പെട്ടു. സ്വർഗം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കുന്നു. ഞാൻ ജോൺ ഓഫ് ആർക്ക്. ഫ്രാൻസിൽ ജനിച്ച ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ സൈന്യത്തിലെ ഒരു സൈനികയായിരുന്നു. ഒപ്പം ഞാൻ തികഞ്ഞൊരു ക്രിസ്തീയ വിശ്വാസിയും കൂടിയായിരുന്നു. എൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള അനേകം യുദ്ധങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ ഞാൻ ജയിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ സേവനങ്ങളെ ആദരിച്ച് ഫ്രാൻസിൻ്റെ രക്ഷാധികാരികളിൽ ഒരാളായി എന്നെ പ്രഖ്യാപിച്ചു. എൻ്റെ നിസ്വാർത്ഥമായ സേവനങ്ങളും കത്തോലിക്ക സഭയുടെ അനുസരണയുള്ള മകൾ എന്ന നിലയിലുള്ള എൻ്റെ ജീവിതവും എന്നെ വിശുദ്ധ പദവിയിലേക്ക് നയിച്ചു. സഭ എന്നെ രണ്ടാം ക്രിസ്തു എന്നാണ് വിളിക്കുക. ഞാൻ അസീസിലെ ഫ്രാൻസിസ്. ധനിക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പദവിയും സമ്പത്തും ആഗ്രഹിച്ച് നടന്ന എനിക്ക് ഒരു സ്വർഗീയ ദർശനത്തിലൂടെയാണ് ഈശോയുടെ വിളി ലഭിച്ചത്. എൻ്റെ നാഥന് എന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം എനിക്ക് സഹോദരങ്ങളായി. എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുതൽ, സ്നേഹം, കരുണ ഇതുമാത്രമാണ് പിന്നീട് ഞാൻ കണ്ടത്. അതുകൊണ്ടായിരിക്കാം എൻ്റെ ഈശോ അവൻ്റെ തിരുമുറിവുകൾ എനിക്ക് സമ്മാനമായി നൽകിയത്. ഞാൻ ഇമിൽഡ ലാംബർട്ടിനി. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥയാണ്. എനിക്ക് എൻ്റെ ഈശോയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. 9-ാം വയസ്സിൽ ഞാൻ ഡൊമിനിക്കൻ കന്യാസ്ത്രീകളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അക്കാലത്തൊക്കെ 14 വയസ്സിന് ശേഷമായിരുന്നു ആദ്യ കുർബാന സ്വീകരണം. പക്ഷെ എനിക്ക് എൻ്റെ ഈശോയെ സ്വീകരിക്കാനുള്ള അതിയായ ആഗ്രഹത്താൽ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ജാഗരണ ദിനത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വൈദികൻ്റെ കയ്യിൽ നിന്ന് തിരുവോസ്തി ഉയർന്ന് എൻ്റെ ശിരസിന് മീതെ വന്നു നിന്നു. എന്നേക്കാൾ അധികം എൻ്റെ ഈശോ എന്നരികിലേക്ക് വരാൻ ആഗ്രഹിച്ചെന്ന് മനസ്സിലാക്കിയ വൈദികൻ വിശുദ്ധ കുർബാന എനിക്ക് നൽകി. ഇന്ന് സ്വർഗത്തിലിരുന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാറുണ്ടേ. ഞാൻ ഡൊമിനിക് സാവിയോ. വൈദികനാകാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ ഡോൺ ബോസ്കോയുടെ സഭയിൽ ചേർന്നു. എങ്കിലും രോഗപീഠകളാൽ ഞാൻ ഏറെ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതിൽ പ്രാർത്ഥിക്കുന്നതിൽ നിന്നോ എന്നെ പിന്നോട്ട് വലിക്കാൻ ഞാൻ സമ്മതിച്ചിരുന്നില്ല. 7-ാം വയസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ഞാൻ അന്ന് 3 വാഗ്ദാനങ്ങൾ എൻ്റെ ഈശോയ്ക്ക് നൽകിയിരുന്നു. 1, എൻ്റെ കുമ്പസാരക്കാരൻ അനുവദിക്കുന്നത് പോലെ ഞാൻ എന്നും കുമ്പസാരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. 2ാമതായി എൻ്റെ കൂട്ടുകാർ എന്നും യേശുവും പരിശുദ്ധ അമ്മയുമായിരിക്കും. 3ാമത്തേത് പാപത്തേക്കാൾ മരണമാണ് നല്ലത് എന്നതായിരുന്നു. ഞാൻ എൻ്റെ ഈ 3 വാഗ്ദാനങ്ങളും എന്നും തെറ്റാതെ പാലിച്ചതുകൊണ്ടാവാം സ്വർഗം എനിക്ക് വിശുദ്ധ പദവി നൽകിയത്.
ശുദ്ധത എന്ന പുണ്യത്തിന്റെ ആധുനിക രക്തസാക്ഷി അറിയപ്പെടുന്ന മരിയ ഗൊരേത്തിയാണ് ഞാൻ. എൻ്റെ അപ്പച്ചൻ്റെ മരണശേഷം ഒത്തിരി കഷ്ടത്തിലായ ഞങ്ങൾ സ്കൂളിലൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ അമ്മ എന്നെ ഈശോയെക്കുറിച്ചും ഈശോ നൽകുന്ന പുണ്യങ്ങളെക്കുറിച്ചും പാപം ചെയ്താൽ ഈശോ വേദനിക്കും, അതുകൊണ്ട് എന്നും വിശുദ്ധിയുള്ള കുഞ്ഞായിരിക്കണം എന്നെല്ലാം പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അനുസരണം, വിശുദ്ധി എന്നീ പുണ്യങ്ങൾ എന്നും പാലിച്ചിരുന്നു. വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്നപ്പോഴും ഞാൻ ഏറെ സന്തോഷിച്ചു. എന്നെ കടാരുകൊണ്ട് കുത്തിയ അലക്സാണ്ടറിനോട് ക്ഷമിക്കുകയും അവനെ ഞാൻ ഈശോയ്ക്കായി നേടിക്കൊടുക്കുകയും ചെയ്തു. ഇന്ന് സ്വർഗത്തിൽ ഈശോയുടെ നിർമ്മല മണവാട്ടിയെ ഞാൻ എൻ്റെ ഈശോയ്ക്കരികിലിരിക്കുന്നു. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ. പക്ഷേ ഈശോയുടെ സ്വന്തം ചെറുപുഷ്പം എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ, കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, കൂദാശകളോട് ചേർന്നുള്ള ജീവിതം, പാപികളുടെ മാനസാന്തരത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ കൊച്ചു കൊച്ചു കുറുക്കുകൾ വഴികളിലൂടെയാണ് ഞാൻ സ്വർഗം നേടിയത്. കുഞ്ഞിലെ അമ്മ മരിച്ചുപോയ എനിക്ക് പരിശുദ്ധ അമ്മയായിരുന്നു എൻ്റെ അമ്മ. 15-ാം വയസ്സിൽ ഈശോയുടെ മണവാട്ടിയാകാൻ അവൻ എന്നെ അനുവദിച്ചു. എൻ്റെ രോഗാവസ്ഥകളിലും ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് സ്വർഗത്തിൽ ഈശോയുടെ അരികിലിരുന്ന് അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ നിങ്ങൾക്കായി ഞാൻ വർഷിക്കാറുണ്ട്. ജന്മം കൊണ്ട് മരിച്ചാലും മറക്കില്ല കേട്ടോ. നിങ്ങൾ ഈ വാക്കുകൾ കേട്ടിട്ടില്ലേ? ഞാൻ എവുപ്രാസ്യമ്മ, നമ്മുടെ തൃശ്ശൂർക്കാരിയാണേ. ഞാൻ എൻ്റെ ഈശോയെ ഒത്തിരി സ്നേഹിച്ചതുകൊണ്ട് CMC സഭയിൽ അവൻ്റെ മണവാട്ടിയെ ചേർന്നു. എൻ്റെ ഈശോയ്ക്കരികിലിരുന്ന് നീണ്ട മണിക്കൂറുകൾ സുഹൃതജപം ചൊല്ലാനും അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ജപമാല ചൊല്ലാനും എനിക്കിഷ്ടമായിരുന്നു. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥനകൾക്ക് എൻ്റെ ഈശോ തന്ന സമ്മാനമാണ് എൻ്റെ ഈ വിശുദ്ധ പദവി. മരിച്ചാലും ഞാൻ നിങ്ങളെ മറക്കില്ലെന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ മാധ്യസ്ഥം തേടുന്നവർക്കായി ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അന്നക്കുട്ടി എന്ന അൽഫോൻസാമ, കോട്ടയംകാരിയാണേ. ജനിച്ച ഉടനെ അമ്മയെ നഷ്ടമായ ഞാൻ അമ്മയുടെ സഹോദരിയെ പേരമ്മയ്ക്കൊപ്പമാണ് വളർന്നത്. ഇതുപോലെ എന്നെ ഒരുക്കി നടത്താൻ പേരമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. എങ്കിലും വിശ്വാസം, പ്രാർത്ഥന, കാരുണ്യം തുടങ്ങിയ പുണ്യങ്ങളിലും എന്നെ ചിട്ടയോടെ പേരമ്മ വളർത്തി. അതുകൊണ്ടാകാം ഞാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെക്കാളും ഈശോയെ സ്നേഹിച്ചതും അവൻ്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ചതും പേരമ്മ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ക്ലാരമഠത്തിൽ ചേർന്നു. രോഗപീഠകളാൽ മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടി വന്നെങ്കിലും പരാതി കൂടാതെ ഞാൻ അതെല്ലാം എൻ്റെ ഈശോയ്ക്ക് കാഴ്ചവെച്ച് ഒത്തിരി അനുഗ്രഹം അനേകർക്ക് വേണ്ടി നേടിക്കൊടുത്തു. അതുകൊണ്ടാകാം എൻ്റെ ഈശോ എന്നെ സ്വർഗത്തിൽ അവൻ അരികിൽ ചേർത്തതും. ജന്മം കൊണ്ട് വിദേശിയാണെങ്കിലും എൻ്റെ ജീവിതം മുഴുവൻ ഇന്ത്യയിലെ കൽക്കട്ടയിലെ തെരുവീതികളിൽ ആരാരും ഇല്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു. ഞാൻ അഗതികളുടെ അമ്മ മദർ തെരേസ. എൻ്റെ മണവാളനായ ഈശോയുടെ ആഗ്രഹം ആത്മാക്കളെ നേടുകയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാനും മനുഷ്യരെ പിടിക്കുന്നവളായി. എൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരിലും ഞാൻ ദൈവത്തെ കണ്ടു. എല്ലാവർക്കും ഞാൻ എൻ്റെ ദൈവത്തെ കൊടുത്തു. അനേകം മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്കിതൊക്കെ സാധിച്ചിരുന്നത്. അനേകരുടെ മുഖത്ത് ക്രിസ്തുവിനെ കാണാൻ എനിക്ക് സാധിച്ചതുകൊണ്ടാവാം സ്വർഗം എന്നെ സ്വന്തമാക്കിയത്. ഹലോ, ഞാൻ കാർലോ അക്കിറ്റിസ്. ലണ്ടനിലാണ് എൻ്റെ ജനനം. എങ്കിലും ഇറ്റലിയിലെ മിലാനിലായിരുന്നു ഞാൻ വളർന്നത്. 7-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈശോയും പരിശുദ്ധ അമ്മയുമായിരുന്നു. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതൽ മരണം വരെ വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കിയിട്ടില്ല. ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ എന്നാണ് എല്ലാവരും എന്നെക്കുറിച്ച് പറയുക. പക്ഷേ ദൈവം തന്ന ആ കൃപ ഞാൻ വെറുതെ ഗെയിമൊന്നും കളിച്ച് കളഞ്ഞില്ല. അതിനു പകരം ഞാൻ എൻ്റെ ഈശോയെ ലോകത്ത് നൽകാനായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. എനിക്ക് ലുക്വീമിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചില്ല. എൻ്റെ കൂടെ ഈശോയും പരിശുദ്ധ അമ്മയും ഉണ്ടല്ലോ. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലുമായിരുന്നു. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ കുമ്പസാരിക്കും. എൻ്റെ പ്രായമുള്ള കുട്ടികൾക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഏപ്രിൽ മാസം സ്വർഗം എനിക്ക് വിശുദ്ധ പദവി നൽകി ആദരിക്കുകയാണ്. നിങ്ങളും നിങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ ഉപയോഗിച്ച് ഈശോയെ എല്ലാവർക്കും കൊടുക്കണേ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഇത്ര അനുഗ്രഹപ്രദമാകാൻ, ഞങ്ങൾ സ്വർഗത്തിൻ്റെ സ്വന്തമാകാൻ കാരണമായത് ആരാണെന്നറിയാവോ? ദേ നോക്കിയേ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ രക്ഷയ്ക്കായി മുറിവേറ്റ, നമ്മളെ സ്വർഗത്തിൻ്റെ മക്കളായി തീർക്കാൻ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത നമ്മുടെ ഈശോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഞങ്ങൾ വിശുദ്ധർക്ക് നിങ്ങളോട് ഒന്നേ മാത്രമേ പറയാനുള്ളൂ. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വരുന്നത് വെറുതെ ജീവിച്ച് കടന്നു പോകാനല്ല,
മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടുപോകുവാൻ വേണ്ടിയാണ്. ഓരോ കുഞ്ഞും ദൈവത്തിന്റെ ദാനമാണ്. അവന്റെ അവകാശിയും ദൈവമാണ്. നിങ്ങൾ അവരെ വളർത്താൻ ഏൽപ്പിക്കപ്പെട്ടവർ മാത്രമാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ അവന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വളർത്തി വിശുദ്ധരായി സ്വർഗത്തിന് തിരിച്ചു കൊടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും കടമയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പൊന്നു മക്കളായി ഞങ്ങളെപ്പോലെ വിശുദ്ധരായി നിങ്ങളും മാറട്ടെ.